ഓരോ വാർത്തയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ ഒരു ടീം പ്രവർത്തിക്കും. നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന ഒരാളെ മാത്രമായിരിക്കും, പക്ഷേ വലിയൊരു സംഘം ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിറങ്ങുന്നുണ്ട്. എല്ലാം ഒന്നാന്തരം അധ്വാനികൾ. അപ്പോൾ റിപ്പോർട്ടറും ക്യാമറമാനും ഡ്രൈവറും ഒക്കെ അടങ്ങുന്ന ഒരു ടീം അവരുടെ ചില അനുഭവങ്ങൾ പറയും നമ്മോട്. ചില അനുഭവങ്ങൾ ചിലതൊക്കെ രസകരമാവും, ചിലതൊക്കെ വലിയ കഷ്ടപ്പാട് നിറഞ്ഞതാവും, ചില അനുഭവങ്ങൾ വളരെ സങ്കടകരമായിരിക്കും. അനുഭവങ്ങൾ, പെടാപ്പാടുകൾ. കാടും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ നിരന്തര ദൃശ്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നത്. വയനാട് നിന്നുള്ള വാർത്തകൾ ഏറെയും നാട്ടിലേക്ക് ഇറങ്ങിയ വന്യതയും അതിൻ്റെ ദുരന്തങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. കടുവയും ആനയും പുലിയും കാട്ടുപോത്തും എല്ലാം ഒന്നിച്ച് നാടിറങ്ങി വരുമ്പോൾ വയനാട്ടിലെ 24 വാർത്താ സംഘത്തിൻ്റെ ദിനരാത്രങ്ങൾക്കും കാഠിന്യമേറി. സുർജിത്ത് അയ്യപ്പനും സംഘവും ഏതാനും ദിവസങ്ങൾക്കിടയിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത് 1 or 2 റിപ്പോർട്ടുകളല്ല, ഒരു സംഘം റിപ്പോർട്ടുകളാണ്. ജനുവരി 7 വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ കടുവ ആടിനെ കൊന്നു. വാർത്ത എത്തിയതോടെ ക്യാമറമാൻ മനു ദാമോദരനും ഡ്രൈവർ പ്രകാശൻ പള്ളത്തിനുമൊപ്പം പുൽപ്പള്ളിയിലേക്ക് സുർജിത്ത് അയ്യപ്പത്തിന്റെ വാർത്തായാത്ര. അതിരാവിലെ തന്നെ ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിനുള്ള ആ ഒരു നീക്കത്തിലേക്കാണ് വനപാലകർ. കടുവ അമരക്കുനി പാപ്പച്ചന്റെ വീട്ടിലെ ആടിനെ കൂട്ടിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയിരുന്നു. ജഡം തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ. അടുത്തടുത്ത ദിവസങ്ങളിൽ കടുവ കൊന്നത് 5 ആടുകളെയാണ്. സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വനംവകുപ്പ് കൂടുകൾ സ്ഥാപിച്ചു. കാത്തിരിപ്പിന്റെ രാപ്പകലുകൾ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം അതേ ജാഗ്രതയിൽ ഒപ്പമുണ്ടായിരുന്നു സുർജിത്തും സംഘവും. ഒരു ജനതയുടെ സ്വസ്ഥത വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ. ആ നീക്കങ്ങൾ ഓരോന്നും അവർ സൂക്ഷ്മമായി പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. 9ാം നാൾ കടുവ കൂട്ടിലാകും വരെ അത് തുടർന്നു. വനംവകുപ്പ് സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. എന്നിട്ടും കടുവ കൂട്ടിലാകുന്നില്ല. നെഞ്ചിടിപ്പേറുന്നുണ്ട് നാട്ടുകാർ. കാട്ടാന ആക്രമണത്തിൽ പാക്കത്തെ പോൾ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധം കൊണ്ട് കത്തിയ പുൽപ്പള്ളി ആവർത്തിക്കുമോ അമരക്കുനിയിലെന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ വിഷയം കൈവിട്ടു പോകാതെ വനംവകുപ്പ് ദൗത്യത്തെ സഹായിക്കുന്ന നിലപാടാണ് അമരക്കുനി പ്രദേശവാസികൾ കൈക്കൊണ്ടത്. വൈകാരികതയ്ക്കപ്പുറം ഈ ഘട്ടത്തിൽ ഉറപ്പാക്കേണ്ട മാധ്യമ ജാഗ്രതയിലൂന്നിയായിരുന്നു സുർജിത്ത് അയ്യപ്പത്തും സംഘവും നിലയുറപ്പിച്ചത്. ആശ്വാസം അധിക ദിവസം നീണ്ടില്ല. ജനുവരി 24 ഇത്തവണ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് പഞ്ചാരക്കൊല്ലിയിലെ രാധയായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത്, കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് താൽക്കാലികമായി എത്തിയ അഭിജിത്ത് മുഴക്കുന്ന്, ക്യാമറമാൻ മനു ദാമോദരൻ, സാരഥി പ്രകാശൻ പള്ളത്ത്. ടീം സജ്ജമായി. പഞ്ചാരക്കൊല്ലിയിലേക്കുള്ള യാത്ര. വാഗേരിയിൽ പ്രജീഷ് കൊല്ലപ്പെട്ടതിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും ആ വാർത്താ സംഘത്തിനുണ്ട്. ആ അനുഭവങ്ങളുടെ ആവർത്തനം തന്നെയായിരുന്നു പഞ്ചാരക്കൊല്ലിയിലും. നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് അതിന്റെ പോസ്റ്റ്മോർട്ടം. ഇതിനിടയിലാണ് 2 മനുഷ്യർ തുടർച്ചയായി 2 ദിവസങ്ങൾക്കിടയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. നൂൽപ്പുഴയിലും അട്ടമരയിലും ആദിവാസികളായ മനുഷ്യർ കാട്ടാനക്കലിക്കിരയായപ്പോൾ സംഭവസ്ഥലത്ത് ആദ്യമെത്തിയ വാർത്താസംഘം 24. അമരക്കുനി, പഞ്ചാരക്കൊല്ലി, വാഗേരി, നൂൽപ്പുഴ, അട്ടമല, തലപ്പുഴ. വാർത്തകൾക്ക് ഇടവേളകളില്ല. വാർത്തകൾ തുടരും. എന്തായാലും കുറച്ചധികം വാർത്തകൾ എല്ലാ ദിവസവും നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സുർജിത്ത് അയ്യപ്പത്ത്, അതായത് കാടിറങ്ങി വരുന്ന വന്യതയെ നേരിടാൻ വേണ്ടി ക്യാമറയും ലൈറ്റുമായിട്ട് പോകുന്ന നമ്മുടെ സുർജിത്ത് അയ്യപ്പത്തും സംഘവും. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്തെ, ജീവിതം കുറച്ച് പെടാപ്പാടായോ ഈ കാടിറങ്ങി വരുന്ന കാട്ടുമൃഗങ്ങളെ കണ്ട്? പ്രത്യേകിച്ച് വേനൽക്കാലമാണ്, കുറച്ചുകൂടി സങ്കീർണമാണ് കാര്യങ്ങൾ. കാട് ഉണങ്ങുന്നു. സ്വാഭാവികമായും വന്യജീവികൾ ഇപ്പോൾ അല്പസമയം മുമ്പ് വരെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുത്തു നിൽക്കുകയാണ് ഞാൻ. അതായത് ഈ ലക്കിടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കാട്ടുപോത്താണ് ഇന്ന് തെരുവുകൾ കീഴടക്കുന്നത്. അത് വീണ്ടും കാട്ടിലേക്ക് കയറിപ്പോയ അനുഭവമുണ്ട്. പക്ഷേ ഇങ്ങനെ തുടർച്ചയായി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നുണ്ട്. ഇന്നലെ ഒരു കരടിയുടെ കഥയാണ്. കരടി ഇറങ്ങി വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ അതിനെ പിടികൂടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും നമുക്ക് നമ്മുടെ വാർത്തയുടെ വേഗത്തിനൊപ്പം സഞ്ചരിക്കുന്നത് അതിൽ പ്രധാനികൾ എന്ന് പറയുന്നത് മനു ദാമോദരൻ, നമ്മുടെ ക്യാമറാമാൻ, അതിനൊപ്പം നമ്മുടെ
നമ്മുടെ വാർത്താ വേഗം എന്ന് പറയുന്നത് നമ്മുടെ സാരഥിയാണ്, നമ്മുടെ സാരഥി പ്രകാശൻ പള്ളത്ത്. ഇവരില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്രയും മനോഹരമായ രീതിയിൽ തന്നെ വേഗത്തിൽ തന്നെ വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അസാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്തയുടെ വേഗം തന്നെയാണ് എൻ്റെയും വേഗം. ഈ കഴിഞ്ഞ ജനുവരി മാസം 7-ാം തീയതി മുതൽ, അത് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുകൾ ധാരാളമുണ്ട് വയനാട്ടിൽ, അതിൽ തുടർച്ചയായി സംഭവിക്കുന്നുമുണ്ട്. പക്ഷേ ഈ അമരക്കുനിയിലാണ് കുറച്ച് അധിക ദിവസം, വാഗേരിക്ക് ശേഷം കുറേ അധിക സമയം നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ അമരക്കുനി എന്ന് പറയുന്ന പ്രദേശം 9 ദിവസമാണ് ഈ കടുവ കൂട്ടിലാകുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ പ്രദേശവാസികളെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അവരുടെ ഒരു സ്നേഹം, അതായത് അവർ വനംവകുപ്പുമായി നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വനംവകുപ്പിന്റെ വാഹനത്തിന് മുകളിൽ ഒരു പോത്തിനെ ആക്രമിച്ചിരുന്നു. അതിനെ കൊണ്ട് കന്നുകാലിയെ ആക്രമിച്ചിരുന്നു കടുവ. ആ കടുവയെ കൊണ്ടുവന്ന് കെട്ടിവെച്ച് പ്രതിഷേധം നടത്തിയ സ്ഥലമാണ് ഈ പുൽപ്പള്ളി എന്ന് പറയുന്നത്. പക്ഷേ ആ പുൽപ്പള്ളിയിൽ അതേ ജനത തന്നെ ഇതിനെ പൂർണ്ണമായും, അതായത് വനംവകുപ്പിന്റെ ഈ ദൗത്യത്തെ പൂർണ്ണമായും സഹായിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു അനുഭവ കാഴ്ചയാണ് 9 ദിവസം ഉണ്ടായത്. പ്രത്യേകിച്ച് ആ നാടുമായി വലിയ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അമരക്കുരിയെ സംബന്ധിച്ച് പറയുമ്പോൾ. അതിനുശേഷം അധിക സമയം എടുത്തില്ല, വേഗം തന്നെ ഒരു കടുവാക്രമണത്തിൽ ഈ വാഗേരിയിലെ പ്രജീഷിന്റെ സമാനമായ ഒരു മരണം സംഭവിക്കുന്ന ഒരു അവസ്ഥ, ദൗർഭാഗ്യകരമായ സംഭവം പഞ്ചാരക്കൊല്ലിയിലുണ്ടായത്. തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 1.25 മണിക്കൂറോളം യാത്ര ഉണ്ട്. ഒരു അതിർത്തിയാണ് ഈ തലപ്പുഴ എന്ന് പറയുന്നത്. കണ്ണൂരിലേക്കൊക്കെ പോകുന്ന, വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്കൊക്കെ പോകുന്ന ആ ഭാഗമാണ് തലപ്പുഴ എന്ന് പറയുന്നത്. അവിടെയും സമാനമായ ഒരു അവസ്ഥ ഉണ്ടായ. ഒരു സ്ത്രീയെ ആക്രമിച്ചു, രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആക്രമിച്ചു കൊല്ലുകയാണ് കടുവ ഉണ്ടായത്. അവിടെയും നമ്മൾ വേഗത്തിൽ തന്നെ ആ പ്രദേശത്തേക്ക് എത്തുകയും ആളുകളുടെ ആശങ്ക ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും വനംവകുപ്പിന്റെ ദൗത്യങ്ങൾ, അവർ ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു ദൗത്യം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അവിടെ മാർട്ടിൻ ലോവൽ അടക്കമുള്ള DFO, ഇവിടുത്തെ DFOമാർ എല്ലാവരും വളരെ സജീവമായ രീതിയിൽ തന്നെ ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിനും ആ ദൗത്യത്തിനും ആ കടുവയെ പിന്നീട് ചത്തുനെല്ലി കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷവും അധികം ഇടവേളകൾ വേണ്ടി വന്നില്ല. ദൗർഭാഗ്യകരമായ സംഭവം തൊട്ടടുത്ത ദിവസം 2 കാട്ടാനാക്രമണ മരണം കൂടി ഇവിടെ അടുത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഒന്ന് നൂൽപ്പുഴയിലാണ്, ഒന്ന് അട്ടമലയിലാണ്. അട്ടമല എന്ന് പറയുന്ന സ്ഥലം നമുക്ക് അത്രയും പരിചിതമുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ചൂരൽമല കടന്നാൽ, ആ വേലിപ്പാലം കടന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞാൽ അട്ടമലയാണ്. നിരന്തരം അവിടെ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമായി ആ മേഖലയൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് SKN കടന്നു പോകുന്നത്. എന്തായാലും വാർത്താ വേഗത്തിനൊപ്പം ഞാനും ഒപ്പം മനു ദാമോദരനും പ്രകാശം പള്ളത്തും ഒരു മനസ്സോടുകൂടി ഇവിടെ സഞ്ചരിക്കുന്നു. ഇത്തരം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഓരോ വിഷയവും ഒരുപക്ഷെ ഇനി കൂടുതൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. വേനൽക്കാലമാണ്. സ്വാഭാവികമായും അത്തരം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് വേഗത്തോടു കൂടി തന്നെ എത്തിക്കുന്നു SKN. ഓക്കെ, താങ്ക് യു. സുർജിത് അയ്യപ്പൻ എന്തായാലും മിടുക്കനായ ഒരു റിപ്പോർട്ടർ തന്നെയാണ് അല്ലേ? ഒരുപാട് വാർത്തകൾ അതിന്റെ ചൂടാറാതെ എത്തിച്ചു തരുന്നു പ്രേക്ഷകർക്ക്. സുർജിത്തിന്റെ ഇതറിയാം. പ്രത്യേകിച്ച് മുണ്ടയ്ക്കൽ ചൂരൽമല ദുരന്തമുണ്ടായ സമയത്ത് അവിടുത്തെ വയനാട്ടിലെ ഈ പറയുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ കണ്ണുനീരും അതിൻ്റെ ചൂടും ചൂരും പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് സുർജിത്തായിരുന്നു. പ്രത്യേകിച്ച് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും നമ്മൾ അറിഞ്ഞത് സുർജിത്തിൻ്റെ റിപ്പോർട്ടുകൾ വഴിയാണ്. ആദ്യം സുർജിത്തിന് തന്നെയാണ് ഈ വാർത്തയുടെ ഇൻഫർമേഷൻ ലഭിച്ചത്. അതെ, നമ്മൾ ബഹുദൂരം മുന്നിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടുപാട് സുർജിത്തിന് ദീർഘകാലത്ത് ബന്ധമുണ്ട്, ആ ഏരിയയോട് അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ ലാഘവത്തോടെ നമ്മൾ പറയും, മലമുടിയിൽ നിന്ന് മരണം പെയ്തിറങ്ങുന്ന ഒരു രാത്രി ഒരു റിപ്പോർട്ടർ അതിന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കുറ്റാക്കുറ്റി ഇരുട്ടിന് നടുവിൽ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ഒരു റിപ്പോർട്ടർ സഞ്ചരിക്കുക, അതായിരുന്നു അന്ന് അവിടെ ഉണ്ടായത്.